ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനിയെ നിധി കൈയോടെ പിടികൂടുകയാണ്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാണ്. എന്നിട്ട് അശോകനോട് പറയുകയാണ്, അമ്മാവൻ്റെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശിവാനിയാണ് എടുത്തത് എന്ന് പറഞ്ഞ് ആ പൈസ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി പറയുകയാണ്, അമ്മാവൻ ചോദിക്കണം, ഇവൾ വീണ്ടും കാണാൻ പോയത് അമലിനാണ് ആ പൈസ കൊണ്ടുകൊടുക്കാൻ പോയത്. എന്തിനാണ് ഇവൾ അമലിനെ ഇനിയും കാണുന്നത്? ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ശിവാനി ഒന്നും പഠിച്ചിട്ടില്ല. ഇവളും ആ അമലും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് അമ്മാവൻ തന്നെ ചോദിച്ചറിയണം എന്ന് പറയാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന അശോകൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് അശോകൻ ചോദിക്കുകയാണ്, നീ ഇത്രയധികം എന്നെ അപമാനിച്ചത് പോരാഞ്ഞിട്ടാണോ ഇനിയും ആ അമലുമായി കൂട്ടുകൂടുന്നത്? നീയും അവനും തമ്മിൽ എന്താണടി ബന്ധമുള്ളത് എന്ന് പറഞ്ഞ് ശിവാനിയുടെ കരടം നോക്കി അശോകൻ ഒന്ന് പൊട്ടിക്കുകയാണ്. പിന്നീട് ക്ഷമ നശിച്ച അശോകൻ ശിവാനിയെ വല്ലാതെ അടിക്കുകയും പിന്നീട് കഴുത്ത് പിടിച്ചു പോക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നിന്നെ ഞാൻ ഇന്ന് തന്നെ കൊല്ലുമെടി. ഇങ്ങനത്തെ ഒരു മകളെ ഇനി എനിക്ക് ആവശ്യമില്ല. എത്രയധികം ഞാൻ അപമാനിക്കപ്പെട്ടോ, ഇനിയും എന്നെ അപമാനിക്കാനാണോ നിന്റെ ശ്രമം? നീയും അവനും തമ്മിൽ എന്ത് ബന്ധമാണടി ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ശിവാനിയെ അടിക്കുന്നത്. അപ്പോഴൊക്കെ ശിവാനി പൊട്ടിക്കരഞ്ഞോട്ട് പറയുകയാണ്, അച്ഛൻ എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ രേണുകക്കും ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് രേണുക ചോദിക്കുകയാണ്, നീ എന്തിനാടി അവനെ കാണാൻ പോയത്? അമല് കാരണമല്ലടി നിന്റെ ജീവിതം ഒരു തവണ തന്നെ ഇല്ലാതായത്. ഇനിയും നീ അവനുമായി എന്തിനാണ് കൂട്ടുകൂടുന്നത് എന്ന് പറഞ്ഞു ശിവാനിയെ രേണുകയും അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേണുക മനസ്സിൽ ചിന്തിക്കുകയാണ്, വസുന്ധര ഇപ്പോൾ നല്ലൊരു അവസരമാണ് അവളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. പ്രണവുമായുള്ള കല്യാണത്തിന് വസുന്ധര തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. എന്നിട്ടാണ് അവൾ വീണ്ടും ആ അമലിൻ്റെ അടുത്തേക്ക് പോയത്. ഗൗതമിൻ്റെ കല്യാണം ഉറപ്പിച്ച ആ സമയത്തും അമലുമായി ഒളിച്ചോടിപ്പോയി. ഇപ്പോൾ പ്രണവുമായുള്ള കല്യാണം നോക്കുന്ന സമയത്ത് വീണ്ടും അവൾ അതേ അബദ്ധം ആവർത്തിക്കുകയാണ്. ഇവൾക്ക് എന്താ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായോ എന്നൊക്കെ രേണുക മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അശോകൻ ശിവാനിയുടെ കൈ പിടിച്ച് നേരെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ശിവാനിയെ അകത്തിട്ട് പുറത്തു നിന്നും ഡോർ അങ്ങ് പൂട്ടുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ശിവാനി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ എന്നെ ഒന്ന് വെറുതെ വിട് അമ്മേ എന്നൊക്കെ പറഞ്ഞ് ശിവാനി ഇങ്ങനെ രേണുകയും അശോകനെയും വിളിക്കുകയാണ്. പക്ഷേ അശോകൻ വാശിയിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ശിവാനിയെ അകത്തിട്ട ശേഷം റൂം പുറത്തു നിന്നും പൂട്ടുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് പറയുകയാണ്, അവൾ ഇനി പുറത്തു പോവാൻ പാടില്ല. നീ തന്നെ വേണം അവളെ നിരീക്ഷിക്കാൻ. അവൾ ഇനി പുറത്തു പോവരുത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രികയും നിധിയും കൂടി പറയുന്നുണ്ട് അശോകനോട്, ഇത്തവണത്തേക്ക് അവൾക്ക് മാപ്പ് കൊടുത്തേക്ക്, ശിവാനിക്ക് മാപ്പ് കൊടുത്തേക്ക് അങ്കിൾ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. പക്ഷേ അശോകൻ പറയാണ്, ഇതിൽ ആരും ഇടപെടേണ്ട, അവളെ ഒരു പാഠം പഠിപ്പിക്കണം, അവൾ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയണം. അപ്പോൾ രേണുകയും പറയുന്നുണ്ട്, അവൾ ഉള്ളിൽ കിടക്കട്ടെ, കുറച്ച് ദിവസം അവിടെ കിടക്കുമ്പോൾ അവൾ പഠിച്ചോളും, അവളെ ഇനി പുറത്തേക്ക് വിടണ്ട എന്ന് രേണുകയും അപ്പോൾ പറയുകയാണ്. അങ്ങനെ ശിവാനി കഥകിൽ തട്ടി വിളിക്കുന്നുണ്ട്, അച്ഛാ എന്നെ ഒന്ന് മനസ്സിലാക്ക്, ഈ കഥകൊന്ന് തുറന്നു തായോ എന്നൊക്കെ പറഞ്ഞ് ശിവാനി കരഞ്ഞുകൊണ്ട് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അശോകൻ വാശിയിൽ തന്നെയാണ്. അങ്ങനെ നിധിയെക്കുറിച്ച് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയതും പോരാ, ഇപ്പോൾ എൻ്റെ അച്ഛനെ കൊണ്ട് ഈ റൂമിലിട്ട് പൂട്ടിക്കുകയും ചെയ്തിരിക്കുന്നു. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടടി നിധി എന്നൊക്കെ ശിവാനി മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നിധി അശോകന്റെ കയ്യിൽ പൈസ കൊടുത്ത ശേഷം നിധി പോവുകയാണ് കേട്ടോ. പിന്നീട് ഗോപിനാഥിന്റെ ഫോണിലേക്ക് ജോത്സ്യർ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ വിളിച്ചത് ഗൗതമിൻ്റെ അമ്മയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഗോപിനാഥ് ആകെ അങ്ങ് പേടിക്കുകയാണ്. എന്താ ജോത്സ്യരെ ഈ പറഞ്ഞത്? അത് ഗൗതമിൻ്റെ അമ്മ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവൾ തന്നെയാണ്, അവളെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടു. അപ്പോൾ എന്നിട്ട് സംസാരിച്ചില്ലേ ജോത്സ്യരെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെന്നതാണ്, അപ്പോഴത്തേക്കും അവളെ അവിടെ നിന്നും കാണാതായി, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗോപിനാഥ് ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് ഗോപിനാഥ് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കേട്ടോ. ഗൗതമിനെ പ്രസവിച്ച ഉടനെ തന്നെ ഏറ്റുവാങ്ങിയതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗോപിനാഥ് ആ സമയത്തൊന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്നിട്ട് ജോത്സ്യരോട് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് വസുന്ധരയും പാർവും അറിയാൻ പാടില്ല, അതുകൊണ്ട് ജോത്സ്യർ അവരെ ഇനി കണ്ടുമുട്ടിയാൽ എന്നെ ഉടനെ തന്നെ ഫോൺ വിളിച്ച് അറിയിക്കണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗോപിനാഥ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഗൗതമിനെ പ്രസവിച്ച ഉടനെ ഏറ്റുവാങ്ങിയതും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ഇത്രയും വർഷം 30 വർഷമായി മറച്ചു വെച്ച രഹസ്യം ഇനിയിപ്പോൾ പുറത്താവുമോ? എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇനി വീട്ടിൽ വരാൻ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോപിനാഥ് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. എന്നിട്ട് വിഷമിച്ചുകൊണ്ട് തന്നെ കാറിലേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് കാർ ഓടിച്ചു പോകുന്ന സമയത്തും ഗോപിനാഥ് ഇത് തന്നെ ആലോചിക്കുകയാണ്. ഗൗതമിനെ ഏറ്റുവാങ്ങിയതും പിന്നെ പൊന്നുപോലെ ഗൗതമിനെ സ്വന്തം മകനായി വളർത്തിയതിനെ കുറിച്ചുമൊക്കെ ഗോപിനാഥ് വീണ്ടും ആലോചിച്ച് കാർ ഓടിക്കുകയാണ്. അപ്പോൾ ഗോപിനാഥ് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, വസുന്ധരയും പാറുവും ഒരിക്കലും ഇനി ഇത് അറിയരുത്, ഗൗതമിൻ്റെ അമ്മ ഇവിടെ എത്തിയിട്ട്
തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും അവർ അറിയരുത്. അവരറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവർക്കത് താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ ഗോപിനാഥ് തന്നെ സ്വയം മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. എന്നിട്ട് വിഷമിച്ചുകൊണ്ട് തന്നെ ഗോപിനാഥ് നേരെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം ഗോപിനാഥ് അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്തൊക്കെ ജ്യോത്സ്യർ പറഞ്ഞ ഈ വാക്കുകളും 30 വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ഗോപിനാഥ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് വസുന്ധര ശിവാനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി ആണെങ്കിലോ കതകിൽ തട്ടി വിളിക്കുന്നുണ്ട്, അമ്മയെ ഒന്ന് കതക് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സമയത്താണ് വസുന്ധരയുടെ കോൾ വരുന്നത്. എന്നിട്ട് കോൾ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വസുന്ധര ചോദിക്കുകയാണ്, ശിവാനി, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം വല്ലതും നീ ചെയ്യുന്നുണ്ടോ? പ്രണവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എത്രയും പെട്ടെന്ന് നീ ഇവിടേക്ക് വരണം. എന്നാൽ മാത്രമാണ് നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയുകയുള്ളൂ. നിധി കാരണം ഇപ്പോൾ എന്നെ ഗൗതം പോലും ഉപദേശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൗതമിനിപ്പോൾ അവളാണ് ഈ വീടിൻ്റെ മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. എന്നെക്കൊണ്ട് അത് കേൾക്കാനും സഹിക്കാനും കഴിയുന്നില്ല. ഈ വീട്ടിലുള്ളവർ എല്ലാവരും എന്നെ എന്തുമാത്രം അധികം ബഹുമാനിച്ചിരുന്നതാണ്. എന്നെ കാണുന്നത് പോലും അവർക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത രീതിയിലേക്കാണ് നിധി വന്നു കയറിയ ശേഷം ഇപ്പോൾ ഈ വീട്ടിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം. അതിന് നീ ഈ വീട്ടിലേക്ക് വന്നേ മതിയാവൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ പ്രണവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുന്നത് തന്നെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി പറയുകയാണ്, ഞാൻ മേഡം പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞു തന്ന ഉപായമല്ലേ, മറ്റെന്തെങ്കിലും നീ ചെയ്തോ എന്നാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, പ്രണവിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉറപ്പായും എന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടാവും. അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഒരു അവസരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പ്രണവ് ഉറപ്പായും എന്നെ പ്രപ്പോസ് ചെയ്യും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴൊക്കെ വസുന്ധര ദേഷ്യപ്പെടുകയാണ്, നിന്നോട് പറഞ്ഞ പണി നീ മര്യാദയ്ക്ക് ചെയ്യാനും കൂടി നിന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി പറയാണ്, മേഡം എനിക്കൊരു ഉപകാരം ചെയ്യണം, ഞാനൊരു ചെറിയ പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ, എന്ത് പ്രശ്നമാണ് നീ വരുത്തി വെച്ചിരിക്കുന്നത്? ഇനിയും നീ പഠിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, മേഡം എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ വസുന്ധര പറയണേ, നിനക്ക് എപ്പോഴും ഈ പൈസ പൈസ എന്നുള്ള വിചാരം മാത്രമാണോ? നിനക്ക് എത്ര തന്നാലും അത് മതിയാകുന്നതുമില്ല. ഇനിയും നിനക്ക് പൈസ വേണമെന്നാണോ നീ പറയുന്നത്? പ്രണവിനെ കല്യാണം കഴിക്കുന്ന ആ ഒരു ഔദാര്യം ഞാൻ നിന്നോട് ചെയ്യുന്നത് തന്നെ വലിയ മഹാഭാഗ്യമായി നീ കണക്കാക്കിക്കോ. ഇനിയും നിനക്ക് ഞാൻ 1 രൂപ പോലും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടിട്ടാണ് അവിടേക്ക് രേണുക വരുന്നത്. അപ്പോൾ രേണുക ശിവാനി എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ വസുന്ധര അത് കേൾക്കുകയാണ് കേട്ടോ ഫോണിലൂടെ. അപ്പോൾ നിൻ്റെ അമ്മയാണോ അത് എന്ന് ചോദിക്കുകയാണ്. അതെ, എൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ ഫോൺ കൊടുക്ക് രേണുകയ്ക്ക് എന്ന് പറഞ്ഞിട്ട് രേണുകയുമായി വസുന്ധര സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഞാൻ തന്നിട്ടുള്ളത്. ശിവാനിയെയും പ്രണവിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. എന്നിട്ടും അമ്മയും മോളും ഒരു നിസാര മട്ടിലാണല്ലോ നിങ്ങൾ നടക്കുന്നത്. എനിക്ക് നിധിയെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം. അതിനു വേണ്ടിയിട്ടാണ് ശിവാനിയും പ്രണവും തമ്മിലുള്ള കല്യാണം നടത്താൻ വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ടും അമ്മയും മോളും അതൊന്നും ഒരു ലാഘവത്തോട് കൂടിയിട്ടാണല്ലോ എടുക്കുന്നത് എന്ന് പറഞ്ഞ് വസുന്ധര വീണ്ടും രേണുകയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേഡം പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് വസുന്ധര ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ വസുന്ധര താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഗോപിനാഥ് വിഷമിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നത് കാണുന്നത്. അപ്പോൾ ഏട്ടാ, എനിക്ക് ഏട്ടനോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗോപിനാഥ് പറയാണ്, എനിക്ക് നല്ല തലവേദനയുണ്ട്, നല്ല ക്ഷീണവുമുണ്ട്, എനിക്കൊന്ന് കിടക്കണം വസു, ഇപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ വസുന്ധര അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ വസുന്ധര പറയാണ്, പക്ഷേ ഏട്ടൻ എൻ്റെ കൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നേ മതിയാവൂ, എനിക്ക് ഏട്ടനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് വീണ്ടും വസുന്ധര പറയുകയാണ്. അപ്പോൾ ഇത് നിധി കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. വസുന്ധരയും ഗോപിനാഥും കൂടി സംസാരിക്കുന്നത് നിധി കേൾക്കുകയാണ്. അപ്പോൾ വീണ്ടും വസുന്ധര ദേഷ്യത്തോടു കൂടി പറയുകയാണ്, ഏട്ടൻ എൻ്റെ കൂടെ പുറത്തേക്ക് വന്നേ മതിയാവൂ എന്ന് പറയുമ്പോൾ, എനിക്ക് ഡ്രൈവ് ചെയ്യാനൊന്നും വയ്യ വസു, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് എന്ന് പറയുമ്പോൾ, ഏട്ടൻ ഡ്രൈവ് ചെയ്യേണ്ട, ഞാൻ ഡ്രൈവ് ചെയ്തോളാം, എൻ്റെ കൂടെ ഏട്ടൻ ഇപ്പോൾ പുറത്തേക്ക് വന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് വസുന്ധര ഗോപിനാഥിനെയും കൂട്ടി കാറിൽ കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ നിധി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, എന്തോ ഒരു രഹസ്യം പറയാനാണല്ലോ മേഡം കൊണ്ടുപോകുന്നത്, എന്തായിരിക്കും ആ രഹസ്യം? അതുകൊണ്ട് ഇവരെ നിരീക്ഷിച്ചു പോയേ മതിയാവൂ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് നിധി അവരെ പിന്തുടർന്നുകൊണ്ട് ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ അവരെ പിന്തുടർന്നുകൊണ്ട് നിധി ഇങ്ങനെ ഓട്ടോയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്ക് വന്ന് നിധിയുടെ ഓട്ടോയുടെ മുന്നിൽ ചാടുകയാണ് കേട്ടോ. അതോടുകൂടി വസുന്ധരയുടെ കാറ് പിന്നെ പിന്തുടരാൻ നിധിക്ക് കഴിയുന്നില്ല. അങ്ങനെ നിധി വീണ്ടും ഓട്ടോക്കാരനോട് പറയുകയാണ്, ആ കാറിൻ്റെ പുറകെയാണ് പോവേണ്ടത്, ആ കാർ ഇപ്പോൾ
അപ്പോൾ എവിടെ പോയി എന്ന് നിധി വീണ്ടും ആ ഓട്ടോക്കാരനോട് പറയുകയാണ്. അങ്ങനെ വീണ്ടും ഓട്ടോ എടുത്ത് വസുന്ധരയുടെ കാറ് പിന്തുടർന്നുകൊണ്ട് നിധി പോവുകയാണ്. പക്ഷേ നിധിക്ക് വസുന്ധരയുടെ കാറ് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അപ്പോഴത്തേക്കും ഗോപിനാഥും വസുന്ധരയും ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് വസുന്ധര ഗോപിനാഥിനോട് പറയുകയാണ്, ഞാൻ ഏട്ടനെ ഇവിടേക്ക് വിളിച്ചത് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്ന കാര്യം കേട്ട് ഏട്ടൻ അത് പറ്റില്ല എന്ന് എന്നോട് പറയാൻ പാടില്ല. കാരണം ഏട്ടനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചത്. അതുകൊണ്ട് ഏട്ടൻ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയാട്ടോ. അപ്പോൾ എന്താണ് വസു നീ ഉദ്ദേശിച്ചത് എന്ന് ഗോപിനാഥ് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, പ്രണവിൻ്റെയും ശിവാനിയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറയുകയാണ് കേട്ടോ. എന്താ വസു നീ ഈ പറയുന്നത്? ശിവാനിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ? അവളെ പോലത്തെ ക്രിമിനലിനെ കൊണ്ട് എന്തിനാണ് എൻ്റെ പ്രണവിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത്? ഒരിക്കലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ വസുന്ധര പറയണ, ഏട്ടൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രണവിൻ്റെയും ശിവാനിയുടെയും കല്യാണം നടത്തണം. എത്രയും പെട്ടെന്ന് ശിവാനി ആ വീട്ടിലേക്ക് വരണം. എന്നിട്ട് നിധിയെ ആ വീട്ടിൽ നിന്നും എനിക്ക് ഇറക്കി വിടണം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ഗോപിനാഥ് ആകെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താ വസു നീ ഈ പറയുന്നത്? നിധിയും ഗൗതമും അത്രയ്ക്ക് സ്നേഹത്തോടു കൂടി ജീവിക്കുന്നവരല്ലേ? അവർ കല്യാണം കഴിഞ്ഞ് അവരൊരു ജീവിതമായി മുന്നോട്ട് പോവുകയല്ലേ? എന്തിനാണ് അവരെ പിരിക്കാൻ വേണ്ടി നീ നോക്കുന്നത് എന്ന് പറയുമ്പോൾ, അവൾ കാരണം എനിക്ക് ആ വീട്ടിൽ ഇപ്പോൾ ഒരു സ്ഥാനവും ഇല്ല. എല്ലാവരും എന്നെ എത്ര ബഹുമാനത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഞാനൊരു കരട് പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിധി കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഗൗതമിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ സ്വത്തുക്കളും ആ വീട്ടിലേക്ക് തന്നത് തന്നെ. എന്നിട്ടിപ്പോൾ ഗൗതം എൻ്റെ കൈവിട്ടു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഏട്ടൻ എനിക്ക് വേണ്ടി ഇത് സംസാരിച്ചേ മതിയാവൂ. എന്നിട്ട് ശിവാനിയെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണം. അത് ഏട്ടൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ല എന്നുണ്ടെങ്കിൽ 30 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഗൗതമിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും ഞാൻ പുറത്തു പറയുക തന്നെ ചെയ്യും. അത് ആദ്യം ഗൗതമിനോട് തന്നെ ഞാൻ പറയും എന്ന് പറഞ്ഞ് വസുന്ധര അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗോപിനാഥ് ആകങ്ങ് ഷോക്കായി പോവുകയാണ്. അപ്പോൾ ഗോപിനാഥ് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ജ്യോത്സ്യർ പറഞ്ഞ വാക്കുകളും ഗൗതമിൻ്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതും വസുന്ധര പറയുന്ന വാക്കുകളും കൂടി ഗോപിനാഥ് ആകങ്ങ് ടെൻഷനായിട്ട് ആലോചിക്കുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ നിധി വസുന്ധരയുടെ കാറും തേടി പുറകെ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.